അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഡാനു. ഞാൻ കോട്ടയം ജില്ലയിലെ രാമപുരത്തു നിന്ന് വരുന്നു. എൻ്റെ കൂടെയുള്ളത് എൻ്റെ അമ്മയും എൻ്റെ സഹോദരനുമാണ്. ഞാനിവിടെ ആദ്യം പറയാൻ പോകുന്നത് എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ 27, 2023 എൻ്റെ അമ്മ ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. മെയ് 2023 അമ്മയുടെ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ആണ്ടിന് പോയിട്ട് വരുമ്പം അമ്മയുടെ കാലിൻ്റെ അടി ഒരു പാദം ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിരുന്നു. അതിനുശേഷം അമ്മയുടെ കാലിന് സെൻസേഷൻ കുറവാണ്, ഷുഗർ പേഷ്യൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ അത് ഞങ്ങളാരും നോട്ടീസ് ചെയ്തില്ല. ഒരു മാസത്തിന് ശേഷമാണ് എൻ്റെ ഫാദർ അത് കാണുന്നത്. ഇങ്ങനെ അമ്മയുടെ കാലിങ്ങനെ ചുമന്ന് ഭയങ്കരമായി ചുമന്നിരിക്കുന്നു. അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അപ്പോഴാണ് അവർ പറയുന്നത് ഇത് പഴുത്തു, ചെറിയൊരു മുറിവ് വന്നതാണ്. അതിനുശേഷം അതിൻ്റെ ചികിത്സ പയ്യെ സ്റ്റാർട്ട് ചെയ്തു. അവരത് ചെറുതായിട്ടൊന്ന് കീറി. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിങ്ങനെ ഡ്രസ്സിങ് ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് ഒരു ജൂലൈ അങ്ങനെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മുന്നോട്ട് ചെല്ലും തോറും ഇതിനൊരു കുറവ് വരുന്നില്ല. അതിന് പകരം അതിൻ്റെ ആ മുറിവിൻ്റെ ആഴം കൂടിക്കൊണ്ടേ വരുമായിരുന്നു. അതുപോലെ തന്നെ മെയ് 2023 ഇത് സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് ഓഗസ്റ്റ് 2023 അമ്മ ഒരു തൈറോയിഡ് പേഷ്യൻ്റ് കൂടിയാണ്. അപ്പോൾ അമ്മയുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു തുടങ്ങി. അമ്മ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നു. പാസ്റ്റ് മാത്രമേ അമ്മയ്ക്ക് ഓർമ്മയുള്ളൂ, പ്രസൻറ്റ് കാര്യങ്ങൾ ഓർമ്മയില്ല. അതുപോലെ തന്നെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമായി. എല്ലാ കാര്യത്തിലും അമ്മ ദേഷ്യവും വാശിയും പിടിക്കുകയാണ്. അതുകൊണ്ട് അമ്മയുടെ കാലിലെ മുറിവും അമ്മ ശ്രദ്ധിക്കാൻ അമ്മയ്ക്ക് പറ്റുന്നില്ല. അമ്മയ്ക്ക് അങ്ങനെ ഒരു മുറിവുണ്ടെന്നുള്ളത് ഓർമ്മയെ അമ്മയ്ക്കില്ല. അപ്പം നമുക്ക് ചികിത്സിക്കുന്നവർക്കും അത് പാടാണ്. കാരണം നമുക്ക് കാലിലൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ അത് സൈഡിലോട്ടൊക്കെ ചെരിഞ്ഞ് നടക്കണം. ഇതൊന്നും അമ്മയ്ക്ക് സെൻസ് ചെയ്യാൻ പറ്റാത്തത് കാരണം അത് അമ്മയ്ക്ക് പറ്റിയില്ല. അതിനുശേഷം പിന്നെ ഇതിങ്ങനെ തുടർന്നു പോയി. ഞാനൊരു ജൂൺ 2023 തൊട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്ന ഒരാളായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ കൃപാസനം അതിനു മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഉടമ്പടിയെ പറ്റി അങ്ങനെ ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല. പ്രാർത്ഥിക്കും, വന്ന് ഞങ്ങൾ പോകും, അങ്ങനെയായിരുന്നു. അത് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്കൊരു കൂട്ടുകാരി തന്നതാണ് ഇത്. അപ്പം ഞാനത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്നും ചെല്ലുമായിരുന്നു, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു നവംബർ മാസം ആയപ്പോഴത്തേനും അമ്മയുടെ കണ്ടീഷൻ വളരെയധികം വേഴ്സായി. ആ സമയത്ത് അമ്മയുടെ കാലിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ ബ്രദർ കാണിക്കും. ആ ഒരു അവസ്ഥ ഭയങ്കര മോശം അവസ്ഥയായിരുന്നു. എല്ലാവരും പല ഡോക്ടേഴ്സിനെ ഞങ്ങൾ മാറി മാറി കണ്ടു. എല്ലാവരും ലാസ്റ്റ് പറയുന്ന സൊല്യൂഷൻ അറിയാമല്ലോ, ഷുഗർ പേഷ്യൻറ്റിൻ്റെ കാലിൻ്റെ പാദം ഓരോന്ന് ഫിംഗർ കട്ട് ചെയ്യുക, അത് കഴിഞ്ഞ് അതിൻ്റെ മേൽഭാഗം കട്ട് ചെയ്യുക, അല്ലെങ്കിൽ പഴുപ്പ് കയറും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. ഞങ്ങൾ പല ഡോക്ടേഴ്സിനെ കണ്ടു. ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാതെയായി. അതിനുശേഷം 1.5 മാസം അമ്മയും എൻ്റെ ഫാദറും ഹോസ്പിറ്റലിലായിരുന്നു. അതിനുശേഷം ഞാൻ ഡിസംബർ 15 നാട്ടിലെത്തി. ഞാൻ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇറങ്ങി ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് അമ്മേനെ ഞാൻ ചെന്ന് കണ്ടപ്പം എൻ്റെ അമ്മ 65 വയസ്സുള്ള ഒരാളാണ്. ഒരു 80 വയസ്സുകാരിയെപ്പോലെ ആയി അമ്മ. മെലിഞ്ഞ് എല്ലാം വല്ലാത്ത അവസ്ഥയിലായി എത്തി. അമ്മയ്ക്ക് ഓർമ്മകളില്ല. ഞങ്ങളെപ്പോലും മറക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. വളരെ ശോചനീയ അവസ്ഥയായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ ഡിസംബർ 27 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഇവിടെ വന്ന ഉടമ്പടി എടുക്കുന്നത് അമ്മയ്ക്ക് വേണ്ടി. അതിനുശേഷം അന്ന് വൈകിട്ട് ഞാൻ വീട്ടിൽ പോയി. ഞാൻ അമ്മയുടെ നെറ്റിയിൽ തൈലം കൊണ്ട് കുരിശ് വരച്ച് ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അമ്മയുടെ കയ്യിൽ ഇവിടുന്ന് കൊണ്ടുപോയ കാശുരൂപവും കഴുത്തിലിട്ട് കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ അന്ന് വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയൊക്കെ ചൊല്ലി കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഡിസംബർ 28 രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച ശേഷം അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, മോളെ നീ എപ്പോഴാണ് വന്നത്, നീ ഇനി എന്നാ പോകുന്നേ? അങ്ങനെ അമ്മ പ്രസൻറ്റിലെ കാര്യങ്ങൾ പയ്യെ സ്റ്റാർട്ട് ചെയ്തു സംസാരിക്കാൻ. എന്നിട്ട് അമ്മയോട് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അമ്മ ഇങ്ങനെ പയ്യെ കാര്യങ്ങൾ ഓർത്ത് അമ്മ വീൽ ചെയറിലായിരുന്നു 1.5 മാസം. അച്ചാച്ച വീട്ടിൽ കൂടെ എല്ലാം ഇങ്ങനെ കൊണ്ടു നടക്കും, അങ്ങനെയായിരുന്നു. ഡിസംബർ 31 അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ അമ്മ എന്നെ കൊണ്ടുവിടാൻ കൊച്ചിൻ എയർപോർട്ടിൽ വന്നു. പ്രൈസ് ദ ലോർഡ്. അതെനിക്ക് വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക് അന്ന് ലഭിച്ചത്. എന്നാൽ അമ്മയുടെ ഓർമ്മകളും കാര്യങ്ങളും എല്ലാം തിരിച്ചു കിട്ടി. പിന്നെ ഞങ്ങൾക്ക് ബാക്കിയുണ്ടായിരുന്നത് ഈ കാലിൽ ഇത് മുറിവ് എന്നുള്ളതാണ്. പക്ഷെ കാലിൻ്റെ മുറിവിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നില്ല. ഈ അത്ഭുതം മാതാവ് തന്നു. അതിനുശേഷം ഞാൻ ഉടമ്പടിയിൽ തുടർന്നു. എല്ലാ ദിവസവും പ്രാർത്ഥനകൾ ചൊല്ലും, ഉപവാസം എടുക്കും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അതിനുശേഷം ഞാൻ പിന്നെയും ഏപ്രിൽ മാസത്തിൽ തിരിച്ചു വന്നു. ഉടമ്പടി എടുത്ത് ഞാൻ വന്ന ശേഷം ഞാൻ തന്നെയാണ് ആദ്യം ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ അവിടെ ഡ്രസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. 6-7 മാസം
ഒരു മാറ്റവും ഇല്ലാതെ നിങ്ങൾ കണ്ട രീതിയിലാണ് അമ്മയുടെ കാലിരുന്നത്. അതിനുശേഷം പെട്ടെന്നായിരുന്നു അമ്മയ്ക്ക് റിക്കവറി. അമ്മയുടെ കാലിലെ തൊലി ഒരുപാട് വ്യത്യാസം വന്നു. ഇപ്പം 95% അത് കരിഞ്ഞു. അതിൻ്റെ ഫോട്ടോയും ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മയ്ക്ക് മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ഇനി ഒരു ചെറിയൊരു പോർഷനും കൂടെ ഉള്ളൂ. അപ്പം ഞാൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് സാക്ഷ്യം പറഞ്ഞിട്ട് പോകണമെന്ന് എനിക്കുണ്ട്. അടുത്ത തവണ ഞാൻ ഇനിയും ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ എൻ്റെ അമ്മയെ കൊണ്ട് പൂർണ്ണമായിട്ടും ഇത് മാറിയതിന് സാക്ഷ്യം ഇനിയും പറയാൻ ഞാൻ വരും. ഇനി രണ്ടാമത് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യമാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. 3-4 വർഷമായിട്ട് എനിക്ക് കല്യാണങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഒരു വർഷമായിട്ട് സീരിയസ് ആയിട്ട് കല്യാണങ്ങൾ ആലോചിക്കുന്ന സമയമായിരുന്നു. അപ്പം എൻ്റെ ഒരു വിശ്വാസത്തിൽ എനിക്ക് ഈശോ കൊണ്ടുതരുമെന്ന ഉള്ളൊരു വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ പേരൻസിന് എപ്പോഴും ടെൻഷനായിരുന്നു. അങ്ങനെ ഒരു കല്യാണം എനിക്ക് നന്നായി ഒത്തു വന്നു. അത് പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ അത് മുടങ്ങിപ്പോയി. അപ്പോഴേക്കും എൻ്റെ ഫാദറിന് വല്ലാത്ത ഒരു വിഷമവും ഭയങ്കര സങ്കടവുമായി. അപ്പം അതെനിക്ക് വല്ലാതെ എന്നെ അഫക്റ്റ് ചെയ്തു. ഞാൻ അന്ന് രാത്രി ഉടമ്പടി കാശ് രൂപം കയ്യിലെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി മുട്ടേ നിന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി ഇത് ലേറ്റ് ആക്കാൻ പറ്റില്ല, എനിക്കൊരു ഡേറ്റ് മാതാവ് തന്നേ പറ്റൂ. ഞാൻ ഇത്രയും നാളും കാത്തിരുന്നു, മാതാവ് തരും എന്ന് പറഞ്ഞു. ഇനി എനിക്കൊരു ഡേറ്റ് തന്നേ പറ്റൂ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് മാതാവ് 8 എന്നൊരു ഡേറ്റ് തന്നു അന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ. അതിനുശേഷം ഞാൻ മാസങ്ങളൊന്നും എനിക്ക് തന്നില്ല, 8 എന്നൊരു ഡേറ്റ് മാത്രമേ തന്നുള്ളൂ. അതിനുശേഷമാണ് ഞാൻ ഇവിടെ നാട്ടിൽ വന്ന് രണ്ടാമത് ഉടമ്പടി എടുക്കുന്നത് ഏപ്രിൽ 25-ന്. അതിനുശേഷം ഞാൻ മെയ് 7-ാം തീയതി തിരിച്ചു പോയി. അങ്ങനെ മെയ് 18-ാം തീയതി എനിക്കൊരു റിക്വസ്റ്റ് വന്നു മാട്രിമണിയിൽ. അങ്ങനെ ഞാൻ ആളുമായി സംസാരിച്ചു, ഞങ്ങൾ തമ്മിൽ സിങ്കായി. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ജൂലൈയിലാണ് കല്യാണം ഉറപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കല്യാണ തീയതികൾ നിശ്ചയിച്ചു. ഡിസംബർ 28-ാം തീയതിയാണ് എനിക്ക് എൻഗേജ്മെൻറ്റ് കിട്ടിയത്. ഞങ്ങൾക്ക് ആ ഒരു സമയം മാത്രമേ ഞങ്ങളുടെ അവിടുത്തെ ഒരു ഞങ്ങളുടെ പള്ളിയിലെ ഡേറ്റും അതുപോലെ തന്നെ ഓഡിറ്റോറിയം കിട്ടിയുള്ളൂ. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ കല്യാണം നിശ്ചയിച്ച ദിവസം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ജനുവരി 4 അല്ലെങ്കിൽ ജനുവരി 11 ആയിരുന്നു. അവരൊരുപാട് ട്രൈ ചെയ്തു, 4-നും 15-നും സാറ്റർഡേ ആയത് കാരണം. പക്ഷെ അന്നൊന്നും അത് കിട്ടിയില്ല, ഒന്നും ശരിയായില്ല. എൻ്റെ കല്യാണം ഈ ജനുവരി 8-ാം തീയതി നടക്കുകയാണ് ചെയ്തത്. അങ്ങനെ എനിക്ക് മാതാവ് കാണിച്ചു തന്ന 8 എന്നുള്ളൊരു ഡേറ്റിൽ 18-ന് എനിക്ക് റിക്വസ്റ്റ് വന്നു. ഡിസംബർ 28-നായിരുന്നു എൻ്റെ എൻഗേജ്മെൻറ്റ്. ജനുവരി 8-ന് എൻ്റെ കല്യാണം നടന്നു. അങ്ങനെ അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിലും ഈ അത്ഭുതം കാണിച്ചു. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒരു സങ്കട വാർത്ത പറയാനുണ്ടായിരുന്നു. എങ്കിലും അതൊരു സന്തോഷമായിട്ട് തമ്പുരാനിന്ന് മാറ്റിയിരിക്കുകയാണ്. മാതാവിൻ്റെ അനുഗ്രഹവും എല്ലാം. എത്രയും ദയുള്ള മാതാവേ, എൻ്റെ മേലും ദയ കാണിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ഒരു വിധം കിടപ്പിലായിപ്പോയ എൻ്റെ കാല് സുഖപ്പെടുത്തി തരാമെന്നൊരു ഡോക്ടറെ കൊണ്ട്, ഒരു സർജനെ കൊണ്ട് മാതാവ് പറയിപ്പിച്ചു. മുറിവ് ഗുരുതരമാണെങ്കിലും ഇത് സുഖപ്പെടുത്തുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പ്രവിത്താനം കാവുകാട്ട് മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ വിജയ വർഗീസ് എന്ന സർജൻ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് നിരാശയിൽ നിന്ന് പ്രതീക്ഷയിലേക്ക് വന്ന ദിവസമാണ് അത്. 10 മാസത്തെ ചികിത്സ കൊണ്ട് പൂർണ്ണമായും സുഖപ്പെടുത്തി തന്ന ഡോക്ടറിലൂടെയും അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെയും മകൻ്റെയും മകളുടെയും ഒക്കെ പ്രാർത്ഥനയും നിരന്തരമായ ശുശ്രൂഷയും കൊണ്ട് മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയ കൃപ. കൂടെ എൻ്റെ ഏറ്റവും വലിയ സങ്കടം, എൻ്റെ മോളെ ഒരാളുടെ കയ്യിലൊന്ന് പിടിച്ച് ഏൽപ്പിച്ചിട്ട് പോകാനുള്ള അനുഗ്രഹം എനിക്ക് തരണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതും മാതാവ് സാധിച്ചു തന്നു. എല്ലാത്തിനും നന്ദി പറയുകയാണ്. യെശയ്യാ 41:13 നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഡാനു എലിസബത്ത് ജോൺ എന്ന ഈ സഹോദരി അമ്മയോടും സഹോദരനൊപ്പം ചേർന്ന് കുടുംബത്തിന് ലഭിച്ച നന്മകളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യത്തേത് അമ്മയ്ക്കുണ്ടായ രോഗാവസ്ഥകളാണ്. ഷുഗർ പേഷ്യൻ്റായ അമ്മയുടെ കാല് ചെറിയൊരു മുറിവ്, എഴുന്നേറ്റ് നടക്കുവാനാവാത്ത വിധം ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറിയത്. ഓർമ്മകൾ നഷ്ടപ്പെട്ട് പഴയ കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയും പ്രസൻ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനാവാത്ത വിധത്തിൽ ജീവിതമല്ലാതെ താളം തെറ്റിയ അവസരങ്ങൾ.
ഈ രണ്ട് കാര്യത്തെയും ചേർത്താണ് മകൾ ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത്. മകൾ പറയുന്നുണ്ട്, ഇവിടെ ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശടയാളം വരച്ച് ഉടമ്പടി കാശുരൂപം കൊന്തയിൽ ചേർത്ത് കെട്ടിക്കൊടുക്കുമ്പോൾ പിറ്റേന്ന് രാവിലെ മുതൽ സാധാരണ പോലെ അമ്മ സംസാരിച്ചു തുടങ്ങി. 3 ദിവസങ്ങൾക്ക് ശേഷം അമ്മ നടന്ന് അത്രയും നാൾ 1-2 മാസത്തോളം വീൽ ചെയറിൽ നടന്നിരുന്ന അമ്മ അന്നേ ദിവസം മകളെ തിരികെ വിദേശത്തേക്ക് അയക്കുവാൻ വേണ്ടി എയർപോർട്ട് വരെ നടന്നു വരികയും അവിടെ എല്ലാ കാര്യങ്ങളിലും സന്തോഷത്തോടെ പങ്കുചേരുകയും ചെയ്തു. ഉടനടി പരിഹാരമെന്ന് ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രഖ്യാപിത മുദ്രാവാക്യമാണ്. ആരൊക്കെ വിശ്വാസത്തോടും പൂർണ്ണ ശരണത്തോടും കൂടി ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നുവോ അവർക്കൊക്കെയും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഉടനടി പരിഹാരമായി ജീവിതത്തിൽ ഇടപെടുമെന്ന്. അതിൻ്റെ 2 സുന്ദരമായ അനുഭവങ്ങളാണ് മകൾ ആ വാക്കുകളിലൂടെ പങ്കുവയ്ക്കുന്നത്. രണ്ടാമത്തത് 3-4 വർഷമായി നടക്കുന്നൊരു വിവാഹ ആലോചന, ഒരെണ്ണം അടുത്തെത്തിയെങ്കിലും മാറിപ്പോയതിൻ്റെ വിഷമങ്ങൾ. അപ്പോഴാണ് രണ്ടാമത് ഇവിടെ വന്ന അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി പുതുക്കി ജീവിത അവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. മകൾ പറയുന്നുണ്ട്, 8 എന്നൊരക്കം മാത്രമാണ് എനിക്കപ്പോൾ ലഭിക്കുന്നത്. അത് എന്താണ് ഏതാണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. 8 എന്നൊരക്കം മാത്രം എനിക്ക് തെളിഞ്ഞു കിട്ടി. ഞാൻ ആ അക്കവുമായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി. എന്താണോ അമ്മ മാതാവ് ആഗ്രഹിക്കുന്നത് അത് നിവർത്തിതമാകുവാൻ വേണ്ടി സഹായിക്കണമേ എന്ന് മകൾ സാക്ഷ്യത്തിൽ പങ്കുവച്ചു. ഒരു 18-ാം തീയതി ഈ പ്രപ്പോസൽ വരുന്നു, വിവാഹത്തിൻ്റെ പ്രപ്പോസൽ വരുന്നു. ഡിസംബർ 28-ാം തീയതി എൻഗേജ്മെൻറ്റ് നടക്കുന്നു. ജനുവരി 8-ാം തീയതി വിവാഹം നടക്കുന്നു. മകൾ സാക്ഷ്യം പറയുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്, വർഷമോ മാസമോ ഒന്നും അതിൻ്റെ കൂടെ ഇല്ലായിരുന്നു, അക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാതാവ് കൃത്യതയോടുകൂടി അക്കം മാത്രമാണ് പ്രധാനപ്പെട്ടതെന്ന് സൂചിപ്പിച്ചതാണ്. മാസവും വർഷവും മാറിപ്പോകുമ്പോഴും ആ അക്കത്തിൽ നിന്നെ ഞാൻ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്തുവെന്ന്. ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്ന മക്കൾ എപ്പോഴും അവരുടെ വിശ്വാസം ചിലപ്പോഴൊക്കെ പരീക്ഷിക്കപ്പെടാറുണ്ട്, അത് ചോദ്യം ചെയ്യപ്പെടാറുണ്ട്, നടക്കുമോ ഇല്ലയോ എന്ന് സംശയം തോന്നാറുണ്ട്. ആരൊക്കെയാണോ ആ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണമായി അതിൽ ആത്മശരീരങ്ങളെ സമർപ്പിച്ച് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹം ജീവിതത്തിലേക്ക് അത് കൈമാറ്റപ്പെടുമെന്ന സന്തോഷത്തോടു കൂടി പ്രാർത്ഥിക്കുക. ആ പ്രത്യാശയ്ക്ക് എപ്പോഴും അനുഗ്രഹം ലഭിക്കുന്നത് നമ്മൾ ഈ ഓരോ സാക്ഷ്യത്തിനും ആവർത്തിച്ച് കേൾക്കുന്നതാണ്. മകളുടെ വിവാഹം മംഗളകരമായി അമ്മ പറഞ്ഞതുപോലെ തന്നെ 8 എന്ന ആ അക്കത്തോട് ചേർത്ത് തന്നെ ഓരോന്നും ക്രമീകരിച്ചു കൊടുത്ത് നടത്തിയതിൻ്റെ സന്തോഷത്തിൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏതൊരു ഭാരവും അമ്മ മാതാവ് ലഘൂകരിച്ചു തരും. എത്ര ക്ലേശമേറിയ രോഗാവസ്ഥയെയും അമ്മ മാതാവ് സൗഖ്യപ്പെടുത്തുവാനുള്ള വഴികൾ തുറന്നു തരികയും ചെയ്യും. അമ്മയുടെ സന്നിധിയിൽ ശരണപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നിയോഗങ്ങളെ സമർപ്പിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.